വെൽക്കം ടു ആർ ജെ ടോക്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണൊരു ഓപ്ഷൻസിൽ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ അതിനായി നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റാണ് ഒബ്സ്ട്രാ ഓപ്ഷൻസ്. ഇത് നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എന്താ പറയുക സൈറ്റ് കിട്ടുന്നതാണ്. പിന്നെ ഇതിനകത്തൊരു അക്കൗണ്ട് വേണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അക്കൗണ്ടിന് വേണ്ടി നിങ്ങൾക്കൊരു മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്കൊരു ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനപ്പോൾ ഇതിനകത്ത് ഓൾറെഡി അക്കൗണ്ട് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും അറ്റത്തായിട്ടൊരു ബിൽഡർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അതല്ലാതെ ഒരുപാട് ഓപ്ഷൻസിനകത്ത് കൊടുത്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യണത്, പിന്നെ ഇവരുടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് കിട്ടും. അതുകൂടാതെ FIAസിൻ്റെയും DIAസിൻ്റെയും ഒക്കെ എങ്ങനെയാണ് അവരുടെ മാർക്കറ്റിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവർ ഡെയിലി എന്തോരം ബൈ ആണോ എന്തോരം സെല്ല് ചെയ്ത് എന്നൊക്കെ ഉള്ളത് നമുക്കിനകത്ത് ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഡിസംബറിലൊക്കെ നല്ലൊരു ബൈ വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് മാർക്കറ്റ് വളരെ പെട്ടെന്ന് തന്നെ ഒരു കയറ്റം കയറിയത്. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് OIയുടെ ഡാറ്റകൾ ഫുള്ള് നമുക്കിനകത്ത് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഏതെങ്കിലും മറ്റേ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെയൊക്കെ ഓപ്ഷൻ ചെയിൻ സുഖമായിട്ട് കിട്ടും. അതല്ലാതെ ഇതിനകത്തും നമുക്ക് എന്താ പറയുക എങ്ങനെയാണ് എന്തൊക്കെയാണ് വാല്യൂ എന്നൊക്കെ ഉള്ളത് നമുക്ക് ചാർട്ടായിട്ടൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിനകത്ത് പുട്ട് സൈഡാണോ കോൾ സൈഡാണോ കൂടുതൽ OI ഫോം ചെയ്തേക്കണേന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ അത് ഓരോ എന്താ പറയുക ഓരോ ഡേറ്റ് വൈസ് വെച്ചിട്ട്, അതായത് ടൈമൊക്കെ വെച്ചിട്ട് നമുക്കിതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏത് ടൈം. ഇത് 11 ജനുവരി 2024 അതാണ് നമ്മുടെ എക്സ്പയറി അല്ല. അപ്പോൾ നമുക്കിത് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ 25-ാം തീയതി ആക്കിക്കഴിഞ്ഞാൽ ആ ഡേറ്റിലേക്ക് എന്തോരം വന്നിട്ടുണ്ട്, പുട്ടും കോളും നമുക്ക് ബൈയും സെല്ലും ഒക്കെ എങ്ങനെയായിട്ടാണ് വന്നേക്കണേന്നൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, ഞാനിത് ജസ്റ്റ് ഒരു ഓവറോൾ ഒരു ചെറിയൊരു ഐഡിയയ്ക്ക് വേണ്ടി പറയണതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. പിന്നീട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത്. അതെല്ലാം നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം, എന്തൊക്കെയാണ് നോക്കാം. പിന്നെ IV ചാർട്ട്, വോൾട്ടാലിറ്റി, അതിൻ്റെ സ്ട്രാറ്റജി ചാർട്ട്, ഹിസ്റ്റോറിക്കൽ ചാർട്ട്, അങ്ങനെ ഒരുപാട്. പിന്നെ റിസൾട്ട് കാലണ്ടർ. ഞാനെല്ലാം ഒന്നും എടുത്ത് നോക്കാറൊന്നുമില്ല ആക്ച്വലി. ഇതൊക്കെ എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. പിന്നെ ഹീറ്റ് മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു ഷെയറിൻ്റെ എന്താ പറയുക ട്രെൻഡ് നമുക്ക് ചെറിയ രീതിയിലൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമുക്ക് ഇങ്ങനെ ഒരു ഹീറ്റ് മാപ്പൊക്കെ കൊടുത്തേക്കണത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമുക്ക് സേവ് ചെയ്തേക്കണ ഡാറ്റയൊക്കെ നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ ഇതിനകത്ത് ഇവിടെ 2 സ്ട്രാറ്റജി സേവ് ചെയ്തിട്ടുണ്ട്. 2 കൂടുതൽ സേവ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിനകത്ത് ഫ്രീ വെർഷൻ ആയതുകൊണ്ടാണ് അങ്ങനൊരു ഇത് ലിമിറ്റേഷൻ ഉള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഒരു സ്ട്രാറ്റജികൾ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് എന്താ പറയുക ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് ബിൽഡ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു ഓവറോൾ ഈ ഒരു ഓപ്ഷൻസ് ഈ മുകളിൽ കിടക്കണം, അതായത് നമ്മുടെ മെനു ബാറിലുള്ള ഓപ്ഷൻസൊക്കെ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി പറഞ്ഞതെന്നുള്ളൂ. നമ്മൾ ഈ ഒബ്സ്ട്രാ ഓപ്ഷൻ എന്ന സൈറ്റ് യൂസ് ചെയ്യണത് ഇതേപോലൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്കതിനു മുമ്പ് മാർക്കറ്റിൽ എന്താണ് ഇനിയിപ്പോൾ അപ്പ് സൈഡാണോ ഡൗൺ സൈഡാണോ അതോ സൈഡ് വൈസ് ആണോ എന്നുള്ളൊരു വ്യൂ നമുക്ക് വേണം. എങ്കിൽ മാത്രമേ നമുക്കിത് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ നിഫ്റ്റി ഏറ്റവും ടോപ്പിലൊക്കെ വന്നതിന് ശേഷം പിന്നെ ഒന്ന് താഴ്ത്തോട്ട്, അതായത് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 21,500 റേഞ്ചിലാണിത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് നല്ല വോളറ്റിലിറ്റി ഉണ്ടെങ്കിലും ഈ 21,500ഉം 21,700ഉം അങ്ങനെ ബ്രേക്ക് ആയിട്ടില്ല. സോ നമുക്ക് വേണമെങ്കിൽ ഈ നോൺ ഡയറക്ഷൻ എന്ന് പറഞ്ഞുള്ളൊരു സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ജസ്റ്റ് മിനിറ്റ്, ഇതൊന്ന് റീഫ്രഷ് ചെയ്തേക്കട്ടെ. ഇപ്പോൾ നമ്മളിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിയറിഷ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സ്ട്രാറ്റജികൾ വരും. ഇപ്പോൾ നോൺ ഡയറക്ഷനിലാണ് നമ്മൾ എടുക്കണമെന്ന് വിചാരിച്ചോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സ്ട്രാറ്റജികൾ വരും. കണ്ടില്ലേ, നോൺ ഡയറക്ഷനിന് ഇത്രയും കുറച്ചും കൂടി കൂടുതലുണ്ട്. ഇപ്പോൾ നമുക്കിനകത്തിപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്കിഷ്ടമുള്ളത് എടുക്കണ്ട. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മാർക്കറ്റ് വന്നില്ലെങ്കിൽ നമുക്കത് നഷ്ടമായി മാറും. ഞാനിപ്പോൾ എടുത്തേക്കണത് ഈ ഒരു കോൾ റേഷ്യോ സ്പ്രെഡാണ്, അങ്ങനെ വിചാരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 കോള് നമുക്ക് സെല്ല് ചെയ്യാൻ വരും, അതുപോലെ തന്നെ ഒരു കോള് ബൈ ചെയ്യാൻ വരും. പിന്നെ ഞാൻ വേറൊരു സ്ട്രാറ്റജി കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം. പുട്ട് ബട്ടർഫ്ലൈ ഉണ്ടല്ലേ, ഇതിനകത്തൊരു 3 സ്ട്രൈക്ക് നമുക്ക് സെല്ല് ചെയ്യാനും പുട്ടിൻ്റെ സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഡയഗണൽ കലണ്ടർ ഇതിനകത്തും ഉണ്ട് ഒരു 3-4. പിന്നെ ഡബിൾ കോണ്ടോർ, അതുണ്ടല്ലേ, ഇത്രയും അധികം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു സ്ട്രാറ്റജി ആവുള്ളൂ, നമ്മൾ ഉദ്ദേശിച്ച പോലെ ആവുള്ളൂ. ഇത് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോണത് കോൾ റേഷ്യോ സ്പ്രെഡ് എന്ന് പറഞ്ഞ സ്ട്രാറ്റജിയാണ്. കാരണം മാർക്കറ്റിലൊരു ഡൗൺ സൈഡ് ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി എടുക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ഇത് എടുക്കണേക്കാൾ മുമ്പ് മാർക്കറ്റിൽ എൻ്റെ വ്യൂ അറിയണമെങ്കിൽ, അതായത് നമുക്ക് മാർക്കറ്റിലൊരു വ്യൂ നമുക്ക് ഉണ്ടാവണമല്ലോ. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ട്രേഡിംഗ് വ്യൂവിൽ ഞാൻ എങ്ങനെയാണ് ഒരു എന്താ പറയുക അക്കൗണ്ട് എടുത്ത് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലൊക്കെ മാർക്ക് ചെയ്ത് എങ്ങനെയാണ് ചാർട്ട് എന്താ പറയുക വരക്കേണ്ടത്, അതായത് നമുക്കിതിനകത്ത് ടൂൾസ് എല്ലാം വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു എന്താ പറയുക ട്രെൻഡ് മനസ്സിലാക്കേണ്ടതെന്നുള്ളതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ വീഡിയോ കാണുക. വന്നതിന് ശേഷം നമ്മുടെ ചാർട്ട് എടുക്കുക, നിഫ്റ്റിയുടെ ചാർട്ട് എടുക്കുക. ഇപ്പോൾ നമുക്കിനകത്ത് ഒരു 5 മിനിറ്റിൻ്റെയാണ് ടൈം ഫ്രെയിം. നമ്മിതൊരു 4 ഹവറിൻ്റെ ആയിട്ട് എടുക്കുക. ഓക്കെ, 4 ഹവറിൻ്റെ ടൈം ചാർട്ടാണെങ്കിൽ നമുക്കിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ 21,500 റേഞ്ചും 21,750 ആ റേഞ്ചിനും ഇടയിലാണ് ഇപ്പോൾ നിഫ്റ്റി കഴിഞ്ഞ എന്താ പറയുക ഡിസംബർ 27 തുടങ്ങി കാണുന്നത്. ഓക്കെ, ഇനി ഇതിനകത്തൊരു ബ്രേക്കൗട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പ് സൈഡോ ഡൗൺ സൈഡോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷെ കൂടുതലും ഡൗൺ സൈഡ് ആവാനാണ് സാധ്യത കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ച് മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് ഇനി ഈ 21,500 കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് എന്താ പറയുക ഒരു സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 21,400 ഉണ്ട് സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു നോൺ ഡയറക്ഷണൽ വ്യൂ ആണ് നമുക്കിനകത്ത് വന്നേക്കുന്നത് കറണ്ടിൽ. പിന്നെ നമുക്കിനകത്ത് ഇത് കൂടാതെ ഈ ഒരു ചാർട്ട് വഴി നമുക്ക് അങ്ങനെ ഒരു വ്യൂ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് നിഫ്റ്റിയുടെ എന്താ പറയുക ഓപ്ഷൻ ചെയിൻ നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്യാം. ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിതിനകത്ത് വേണമെങ്കിൽ ഡേറ്റൊക്കെ നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ അടുത്ത അതായത് ഇതിനകത്ത് ഓൾറെഡി വന്ന് കിടക്കുന്നത് 11-ാം തീയതിയാണ്. ഞാനിപ്പോൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഏത് ദിവസമാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ കോൾ റേഷ്യോ സ്പ്രെഡ് 25 ജനുവരിയുടെ ആണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിനും 25-ൻ്റെ തന്നെ എടുക്കാം. ഓക്കെ, ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും
ഇപ്പോൾ 21,500 നിഫ്റ്റിയുടെ റേഞ്ച്. നമുക്ക് പിന്നെ ഇതിൻ്റെ കോൾ സൈഡിലോട്ടുള്ളതും പുട്ട് സൈഡിലോട്ടും എങ്ങനെയാണ് കൂടുതൽ എവിടെയാണ് ഫോം ചെയ്തേക്കണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 36,000 വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 58,000. ഇപ്പോൾ ഏറ്റവും കൂടുതൽ 22,000 റെസിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡൗൺ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ 63,000 അതായത് 21,500 നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടും ഉണ്ട്. ഓക്കെ, അതുമാത്രമല്ല അതിനേക്കാളും കൂടുതൽ 21,000. അപ്പോൾ അത് കുറച്ചും കൂടി ലോങ് ആണ് 21,000. ഓക്കെ, അപ്പോൾ ഈ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും നമുക്ക് മനസ്സിലായി. പിന്നെ അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, നമുക്ക് 11 ഈ അടുത്ത ഡേറ്റ് 11 അല്ലെങ്കിൽ 18 ഏതെങ്കിലും നമുക്ക് എടുക്കാം. നമുക്ക് ഏറ്റവും അടുത്ത എക്സ്പയറി ആണെങ്കിൽ അത് നോക്കിയിട്ട് നമുക്ക് സ്ട്രാറ്റജി നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത എക്സ്പയറികളിലായിരിക്കും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 21,500 തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന OI പുട്ട് സൈഡിൽ. പിന്നെ കോൾ സൈഡിൽ നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് വരുന്നത് 21,700 കണ്ട. ഇവിടെ ഈ ഒരു 2,47,000 കോൾ സെല്ലേഴ്സാണ് ഇവിടെ ആക്ടിവേറ്റ് ആയേക്കണം. അതായത് ഓർഡറുകളാണ് കിടക്കുന്നത്. അതായത് 21,700 നല്ലൊരു റെസിസ്റ്റൻസ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ 21,500 21,500 2,15,000 പുട്ട് സെല്ലേഴ്സ് ഉള്ളത്. സോ ഇത് രണ്ടും ഒരു മേജർ സപ്പോർട്ടും റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്യും. സോ നമുക്കിവിടെ എന്താ പറയുക, ഇതനുസരിച്ച് നമുക്ക് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, കൊണ്ടോർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ട്രാറ്റജികളുണ്ട്. അപ്പോൾ അത് നോക്കട്ടെ, അത് ബിയറിഷ് വ്യൂവിലാണ് ആയിരിക്കട്ടെ, ബിയറിഷ് കൊണ്ടോർ. ഓക്കെ, ഇതാണ് നമുക്ക് എടുക്കാൻ എന്താ പറയുക സ്യൂട്ടബിൾ. കാരണം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് വെച്ചേക്കണതാണ്. ഞാനൊന്നും ടൈപ്പ് ചെയ്ത് മാറ്റിയിട്ടൊന്നുമില്ല വാല്യൂസ്. നമുക്ക് വേണമെങ്കിൽ എക്സ്പയറി മാറ്റാം, അല്ലെങ്കിൽ അത് വാല്യൂ ഒക്കെ മാറ്റാം. ഓക്കെ, അപ്പോൾ ഞാനത് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലോട്ട് സൈസ് 1 എടുത്തേക്കണത്. അപ്പോൾ 1 എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയേക്കണ സ്ട്രാറ്റജി പ്രകാരം 40% വിന്നിങ് ചാൻസ് ഉള്ളൂ നമുക്ക്. പക്ഷെ കിട്ടിയാൽ നമുക്ക് 10,000 രൂപ കിട്ടും. ലോസ് മാക്സിമം 9,235. പിന്നെ ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 20,835 21,565 ഇടയിലാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ആവുള്ളൂ. പക്ഷെ നമുക്ക് 21,700 നമുക്ക് റെസിസ്റ്റൻസ് ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് കുറച്ചും കൂടി നമുക്കിത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കയറ്റി കഴിഞ്ഞാൽ നല്ലതാണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ എസ്റ്റിമേറ്റ് മാർജിൻ അത് 43,000 മതി. നമ്മളിപ്പോൾ സെല്ലും ബൈയും കൂടി ഒരുമിച്ച് കമ്പൈൻഡായിട്ട് ഹെഡ്ജ് ചെയ്യുന്നതിൻ്റെ പേരിലാണ് ഈ 43,000 നമുക്ക് വേണ്ടി വരുന്നത്. അതല്ല നമ്മളിപ്പോൾ ബൈ സൈഡ് 2 നമ്മൾ ഒഴിവാക്കിയെന്ന് വെച്ചോ, അപ്പോൾ നമുക്ക് വരുന്നത് വലിയൊരു എമൗണ്ട് ആയിരിക്കും. കാരണം ഓക്കെ, 1,69 രൂപ നമുക്ക് 1,69,000 നമുക്ക് വേണ്ടി വരും ഈ ഒരു ട്രേഡ് ചെയ്യാൻ. അപ്പോൾ ഇതിന് നമുക്ക് കിട്ടുന്ന മാക്സിമം പ്രോഫിറ്റ് 22,000 പക്ഷെ നമുക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ അത് അൺഡിഫൈൻഡ് ആയിരിക്കും. സോ നമ്മെപ്പോഴും ഒരു സ്ട്രാറ്റജി എന്താ പറയുക എടുക്കുമ്പോൾ ചൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിനകത്ത് ഈ ഒരു പ്രോഫിറ്റ് ഈ ഒരു ലോസ് നമുക്ക് താങ്ങാൻ പറ്റുന്നതാണോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യാം. ഈ ഒരു സ്ട്രാറ്റജിയുടെ എക്സ്പയറി വരുന്നത് 25. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഇത്രയും കാര്യങ്ങൾ, അതായത് 25 ജനുവരിയുടെ 21,050 കോള് നമ്മൾ സെല്ല് ചെയ്ത് അത് ഈ ഒരു റേറ്റിന് സെല്ല് ചെയ്തു. ഇതായിരിക്കും അതിൻ്റെ പ്രീമിയം. പിന്നെ അതുകൂടാതെ 25 ജനുവരിയുടെ 20,650 കോള് നമ്മൾ ബൈ ചെയ്ത്. അപ്പോൾ ഇതേപോലത്തെ എല്ലാ സെയിം എന്താ പറയുക ഓപ്ഷൻസ് തന്നെ നമുക്ക് സെല്ലും ബൈയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് വർക്കൗട്ട് ആക്കാം. ഓക്കെ,
പിന്നെ നമുക്കിനകത്ത് ചേഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ ഈ ഒരു കോള് സെല്ല് ചെയ്യണതിൻ്റെ റേഞ്ച് നമ്മൾ മാറ്റി 21:50 കോളിന് വരെ നമ്മൾ ഇതൊന്ന് കൂട്ടി. കാരണം നമുക്ക് ചെറിയൊരു റേഞ്ച് മാറ്റാനുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് ഇത് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു റേഞ്ച് ആക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 21,700 ആക്കി ഞാൻ മാറ്റി. ഓക്കെ, ഇനി അത് മോഡിഫൈ ചെയ്തു. പിന്നെ അതിന് ശേഷം ഇവിടെ മാറ്റി, അതായത് ബൈ ചെയ്യണതും നമ്മൾ മാറ്റി. ഇത് നമ്മൾ 21,750. ഇങ്ങനെ നമ്മൾ മാറ്റുമ്പോൾ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും, നമ്മുടെ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാം കേട്ടോ. അതൊന്നും വലിയ പ്രശ്നമുള്ള കേസല്ല. പക്ഷെ നമ്മൾ എല്ലാം സെറ്റായതിന് ശേഷം മാത്രം നമ്മൾ സ്ട്രാറ്റജി എന്താ പറയുക ഉറപ്പിച്ചതിന് ശേഷം കൺഫേം ആക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ ആലോചിക്കാൻ നിൽക്കരുത്. ആ സ്ട്രാറ്റജി തീരുന്നവരെ നമ്മൾ അങ്ങോട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് നമുക്ക് റേഞ്ച് വരുന്നത് 21,601. ഓക്കെ, 21,601 വരെ നമുക്ക് കുഴപ്പമില്ല. അതായത് നിഫ്റ്റി എന്തോരം താഴെ പോയി കഴിഞ്ഞാൽ നമുക്കങ്ങനെ ലോസുകളൊന്നുമില്ല. പക്ഷെ നിഫ്റ്റി 21,601 മുകളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ ലോസ് വരുള്ളൂ. പിന്നെ നമുക്കിത് വേണമെങ്കിൽ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ 21,350 പകരം 450 മോഡിഫൈ ചെയ്യണമെന്ന് വെച്ചാൽ 450. നമ്മൾ ഓരോ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിനകത്ത് മാറ്റങ്ങളിനകത്ത് കാണാൻ സാധിക്കും. ഓരോ പ്രാവശ്യം ചേഞ്ച് ചെയ്യുമ്പോഴും നമുക്ക് പല രീതിയിലാണ് നമ്മുടെ ചാർട്ട് വരുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 21,300 മുകളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ പ്രോഫിറ്റ്. പക്ഷേ അതിനകത്ത് പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്, പ്രോബിലിറ്റി കൂടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആകെ കിട്ടുന്നത് ഒരു 785 രൂപയാണ്. പക്ഷേ ഈ എമൗണ്ടിന് വേണ്ടി നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ എൻ്റർ ചെയ്യുന്നത് നമുക്ക് വലിയ ഗുണമില്ല. ഓക്കെ, പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ ഇത് തന്നെ നമുക്ക് മോഡിഫൈ ചെയ്യാം. അതല്ല എങ്കിൽ ഈ അടുത്ത ഒരു സ്ട്രൈക്കിൽ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ 11, അതായത് അടുത്ത ദിവസത്തേക്കുള്ള സ്ട്രാറ്റജി ഞാൻ ചൂസ് ചെയ്തെന്ന് വെച്ചോ. ഇപ്പം ഇതെല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ടാണ് വന്നത്. സോ ഇത് കളയണമെങ്കിൽ റീസെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം നോക്കി റീസെറ്റ് ചെയ്തപ്പോൾ എല്ലാം പോയിട്ടുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ സ്ട്രാറ്റജി എടുക്കുക. അതിന് ശേഷം ഇത് 11-ാം തീയതിയിലുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമുക്കിനകത്ത് ആ ഒരു ഡേറ്റിൽ, അതായത് അടുത്ത ദിവസം 21,200-ക്കും 21,500-ക്കും ഇടയിലാണ് നമ്മുടെ നിഫ്റ്റി ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു 3,000 രൂപ പ്രോഫിറ്റ് കിട്ടും. ലോസ് ആണെങ്കിൽ നമുക്ക് മാക്സിമം 1,800 രൂപ സംതിങ് ലോസും വരും. ഇതിന് വേണ്ട മാർജിൻ 43,000 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. അതല്ല എങ്കിൽ നമ്മുടെ ഓൺ സ്ട്രാറ്റജി നമുക്ക് ബിൽഡ് ചെയ്യാം. അതും ഞാൻ കാണിച്ചു തരാം. ഇത് ഫോർ എക്സാമ്പിൾ ഞാനിവിടെ റീസെറ്റ് ചെയ്ത്, ഇപ്പം നമ്മൾ ഈ ഒരു സ്ട്രാറ്റജികളൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മുടെ സ്വന്തം സ്ട്രാറ്റജിയാണ് നമ്മൾ നോക്കണമെന്ന് വെച്ചോ. ഓക്കെ,
അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 11-ാം തീയതി നാളത്തെ ഡേറ്റാണ് എടുത്തത്. നമ്മൾ സെല്ല് ചെയ്യാൻ പോവാണ്. എന്ത്, നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് 21,700 നമ്മൊരു റെസിസ്റ്റൻസ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ 700 തന്നെ എടുക്കുക. ഇതിൻ്റെ കോള് അത് നമ്മൾ സെല്ല് ചെയ്ത് 20 രൂപയുള്ള അതിൻ്റെ പ്രീമിയം അത് ആഡ് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരെണ്ണം ബൈ ചെയ്യാനുണ്ട്. ഏത്, 20,900 നമുക്ക് അതെന്തായാലും എത്താത്തൊരു വാല്യൂ ആണ്. പക്ഷെ നമുക്ക് ഈ ബൈ ചെയ്യണതിൻ്റെ അർത്ഥം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് നമുക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ മാർജിൻ കുറക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു പ്രീമിയത്തിൻ്റെ നമ്മൾ ബൈ ചെയ്യണത്. അതിനുശേഷം നമ്മൾ വീണ്ടും 21,500 താഴെ ഉള്ളൊരു പുട്ട് ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്യും. ഓക്കെ, അപ്പോൾ 21,400 തന്നെ നമുക്ക് എടുക്കാം. അതിൻ്റെ പ്രീമിയം വരുന്നത് 28. അപ്പോൾ ഇത് ഞാൻ ആഡ് ചെയ്തു. അതിന് ശേഷം നമ്മളൊരു ബൈയും കൂടി എടുക്കുകയാണ്. അത് ഞാൻ 21,300 എടുക്കാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ ആഡും ചെയ്തു. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമ്മുടെ നിഫ്റ്റി 21,369-നും 21,730 ഇടയിലാണ് ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 1,550 രൂപ 1,550 രൂപ നമുക്ക് പ്രോഫിറ്റാണ്. അതായത് 2.87%. ഏകദേശം ഒരു 2% മിനിമം ഉണ്ട്. അത്രയും പെർസെൻറ്റേജ് നമുക്ക് ലാഭമുണ്ട്. ഓക്കെ, ഇതിനകത്ത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് 58%. അതായത് നമ്മൾ സാധാരണ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 50% അല്ലേ ചാൻസ് ഉള്ളൂ. പക്ഷേ ഈ സ്ട്രാറ്റജി വഴി നമുക്കിത് 58 വരുത്തിയത്. നമുക്കിത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാക്സിമം കൂട്ടാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്കിതിനകത്ത് ആകെ എസ്റ്റിമേറ്റഡ് മാർജിൻ വരുന്നത് 53,000 രൂപ മാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് മാക്സിമം ലോസ് കുറച്ച് കൂടുതലാണെങ്കിലും നമുക്ക് ആ സാധ്യത കുറവാണ്. ലോസ് ഇത്രയും 8,000 സംതിങ് വരാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്ത് നോക്കാം. അതല്ല, നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി റേഞ്ച് കൂട്ടുക, അതായത് പെർസെൻറ്റേജ് എന്താ പറയുക, പ്രോബിലിറ്റി ഓഫ് വിന്നിങ് ചാൻസ് കൂട്ടണമെങ്കിൽ കൂട്ടാം. അതിനായിട്ട് ഞാനിപ്പോൾ 400-ന് പകരം ഞാനിപ്പോൾ 350-ൻ്റെയാണ് എടുക്കണതെന്ന് വെച്ചോ. 21,350. അപ്പോൾ നമുക്ക് വീണ്ടും ചാൻസ് കൂടും. 60% സാധനം കൂടിയതുണ്ടല്ലേ. പിന്നെ നമുക്ക് വേണമെങ്കിൽ കോൾ സൈഡിൽ ഇനി വേണമെങ്കിൽ മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പം ഞാനിത് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു റേറ്റ് കുറഞ്ഞു, 2% താഴെ. നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റിനേക്കാളും കുറവായി. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇതിൻ്റെ പ്രോബിലിറ്റി ഓഫ് വിന്നിങ് ചാൻസ് കുറച്ച് 1% കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും സക്സസ് ആവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം ഇതിൻ്റെ റേഞ്ച് 21,300-നും 21,700-നും ഇടയിലുണ്ട്. നമ്മളിപ്പോൾ OI ഡാറ്റയും ചാർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴും നമുക്ക് ഇവിടെ ഇതിനിടയിലൊക്കെ തന്നെ നല്ല സപ്പോർട്ടും റെസിസ്റ്റൻസ് ഉള്ളതിൻ്റെ പേരിൽ ഈ വാല്യൂ ഒന്നും പെട്ടെന്ന് ബ്രേക്ക് ആവില്ലെന്ന് നമുക്ക് കരുതാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് ഈ വീക്കിലി 2% എന്നുള്ള രീതിയിൽ നമുക്ക് എന്താ പറയുക എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം ഏകദേശം ഒരു എന്താ പറയുക 4 വീക്ക് കൊണ്ട് നമുക്ക് 8% ആവറേജ് നമുക്ക് ഇതിനകത്ത് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ എന്താ പറയുക ലോസ് ഇല്ലാതിരിക്കാൻ വേണ്ടി വീണ്ടും വേണമെങ്കിൽ ചേഞ്ച് വരുത്തി 1% ഒക്കെ ആക്കി മാറ്റാം. അതായത് 1% എടുത്തു കഴിഞ്ഞാൽ തന്നെ 4% ഒരു മാസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ 4% ഇയർലി നോക്കുകയാണെങ്കിൽ 12x4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 40%-ന് മുകളിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ലോസ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എക്സ്പയർഡ് അന്ന് ചിലപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഇത് 21,200-ലോട്ടോ പോകുമെന്നോ 21,900-ലോട്ട് പോകുമെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കൊരു ലോസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ ചാൻസ് ഇപ്പോഴും കുറവായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെയൊക്കെ പ്രത്യേകത. അപ്പോൾ എല്ലാവരും ഈ സ്ട്രാറ്റജി ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇത്
സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് 11-ാം തീയതിയിലത്തുള്ള സ്ട്രാറ്റജി അല്ലേ. സോ 11 എന്ന് പറഞ്ഞ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, റീനെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാനിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വേണ്ട, ഈ 11-ാം തീയതിയിലത്തെ സ്ട്രാറ്റജിയാണ് ഇവിടെ റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഈ വാല്യൂവിലാണ് നമ്മൾ ഈ എന്താ പറയുക ട്രേഡ് ചെയ്തേക്കുന്നത്. നമുക്കിപ്പോൾ ഇതിനകത്ത് ടോട്ടൽ P&L കാണാം. നാളെ ട്രേഡിങ് അവസാനിക്കുമ്പോൾ നമുക്കിതിനകത്ത് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നാളെ ഞാൻ ഈ വീഡിയോ എന്താ പറയുക ഇപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യും. ഇതിൻ്റെ നമുക്ക് നാളെ ഇതിന് ശേഷം ഇത് റിസൾട്ട് ഞാൻ ഇതിൻ്റെ തന്നെ എന്താ പറയുക വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഞാൻ എൻ്റെ റിസൾട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വരുന്നു. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാം. നമുക്കിതിനകത്ത് പൈസയൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമുക്കിത് ചെയ്തിട്ട് സക്സസ് ആണെങ്കിൽ മാത്രം, നമ്മുടെ സക്സസ് റേഷ്യോ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് മാത്രം നമുക്ക് ക്യാഷ് കൊണ്ട് ട്രൈ ചെയ്താൽ മതി. ഓക്കെ, ബൈ.